എല്ലാം ഡിപ്പെൻസ് ഓൺ വാട്ട് യുവർ ഇന്റൻഷൻ ഇസ്. നിങ്ങൾക്ക് ആ രാജ്യത്ത് എങ്ങനെയെങ്കിലും എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ സ്റ്റഡി അബ്രോഡ്. കാരണം സ്റ്റഡി അബ്രോഡ് ആകുമ്പോൾ എന്താ, നിങ്ങൾ സേഫസ്റ്റ് ആണ്, നിങ്ങൾക്ക് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൺസൾട്ടൻസി തന്നെ പറയും നിങ്ങളെ പ്രോബ്ലം ഉണ്ട്. പക്ഷേ വർക്ക് പെർമിറ്റ്സ് അങ്ങനെയല്ല. എത്ര ഫയൽ പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നോ അത്രയും ബെനിഫിറ്റ്സ് അവർക്കുണ്ട്. കാരണം അവർക്ക് റിക്രൂട്ടേഴ്സിൻ്റെ നിന്ന് പൈസ കിട്ടുന്നുണ്ട്, നിങ്ങളെ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ കൂടുതൽ നിങ്ങളെ പുഷ് ചെയ്യാനേ നോക്കത്തുള്ളൂ. നിങ്ങളിപ്പം ആ റോളിന് ആപ്റ്റ് അല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, നിങ്ങളെ VFS അപ്പോയിൻമെൻറ്റ് പോകുമ്പോൾ ഫെയിൽ ആവുമെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നിങ്ങളെ വർക്ക് പെർമിറ്റിന് പുഷ് ചെയ്യും. കാരണം ആദ്യമേ ഡോക്യുമെൻറ്റ്സ് എഴുതി മേടിച്ചിട്ടാണ് വിടുന്നത്. നിങ്ങൾ ബ്ലൂ കോളർ ജോബ്സിന് ആ കൺട്രിയിലോട്ട് പോകുമ്പോൾ എന്തെങ്കിലും റിജക്ഷൻ വന്നാലും നിങ്ങൾക്ക് ₹1 പോലും റീഫണ്ട് തരത്തില്ല. ഒരു 30 പേജിൻ്റെ ഡോക്യുമെൻ്റ് ആയിരിക്കും, നിങ്ങളത് വായിച്ചു നോക്കാൻ പോകുന്നില്ല, നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നിങ്ങൾ കുറേ നാൾ ഈ റീഫണ്ടും പൈസയും അതിൻ്റെ പുറകെ നിങ്ങൾ നടക്കേണ്ടി വരും. ബെസ്റ്റ് ഓപ്ഷൻ എന്താണ്, സ്റ്റഡി അബ്രോഡാണ്. അത് നല്ലൊരു സ്ഥലത്തുനിന്ന് പോയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, എപ്പോഴും ഒരു സപ്പോർട്ട് കിട്ടും അവരിൽ നിന്ന്.